അടുക്കളയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു പാല് കാച്ചുന്നതാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും പാല് കാച്ചുമ്പോൾ എങ്ങനെ എത്ര നോക്കി നിന്നാലും ഇത് തിളച്ച് പോകും. തിളച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തികേടാവുകയും ചെയ്യും. വൃത്തിയാക്കുന്നതിന് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ കുറേ വീഡിയോസ് കണ്ടതിൽ എല്ലാവരും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പല മാർഗ്ഗങ്ങളും ഞാൻ കണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലായിരിക്കും ഈ ബുദ്ധിമുട്ട്. കാരണം ഇങ്ങനെ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അടപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലും ഉണ്ട് ഇപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിൽ പാല് കാച്ചുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ പാല് കാച്ചി കഴിയുമ്പോൾ ഇത് തിളച്ച് വീണ് കഴിഞ്ഞ് ഭയങ്കര ചൂടായിരിക്കും അവിടെ ആ ബേസ്. ആ തിളച്ച് വീണ് കഴിഞ്ഞ് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു നമുക്ക് ആറാൻ കിട്ടുന്ന സമയം, അതായത് ആ അടപ്പ് ഒന്ന് ആറുന്ന സമയത്ത് തന്നെ ഇത് ഇതുപോലെ വൃത്തികേടാവും. വൃത്തികേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണിത്. വേറൊന്നുമല്ല, പാൽ കുക്കറാണ്. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും. എന്നാൽ അറിയാൻ പാടില്ലാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. ഇത് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നുള്ള രീതിയിലാണ്. അതായത് 2 ലെയറുള്ള പാത്രമാണിത്. ആ വിസിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും. ആവശ്യത്തിനുള്ള വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ വിസിൽ തിരിച്ച് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ പാല് നമുക്ക് തിളപ്പിക്കേണ്ടത് അത് ആ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയൊക്കെ പാൽ കുക്കർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മളിത് തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു സൗണ്ട് നമുക്ക് വിസിൽ കേൾക്കാൻ പറ്റുന്നതാണ്. ആ വിസിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണേൽ ഓഫ് ചെയ്യാം. അതായത് അത്രയും ചൂട് മതി, പാൽ അത്രയും തിളച്ചത് മതിയെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി വരണം, അതായത് പാല് നമ്മൾ തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ നൊര ഇങ്ങനെ പൊങ്ങി വരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടി നിങ്ങൾക്ക് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ വെക്കുന്ന 2-3 മിനിറ്റും ഈ സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് നമ്മുടെ വിസിൽ വരുമ്പോൾ മുതൽ നമ്മൾ എന്തോരം നേരം വയ്ക്കുന്നോ അത്രയും നേരം ഈ സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത്, ആ വിസിൽ വരുന്ന അവിടെ ഒരു ക്ലോത്ത് ഇട്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ മോള് ഉറങ്ങുന്ന ടൈം ആയിരിക്കും. അപ്പോൾ ഈ വിസിൽ കേട്ട് ഉണരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ക്ലോത്തിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഈ സൊല്യൂഷൻ അധികം ആരും റെക്കമെൻഡ് ചെയ്ത് ഞാൻ കണ്ടില്ല. ഇനി എന്താ അതിനെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് അറിയില്ല. അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്